Hi friends, welcome to Commerce Bites. I hope you people are doing well. So moving to our motivational quote, don't worry if you are not where you want to be yet. Great things take time. നിങ്ങൾ പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു എയിം ഉണ്ടാവും, നിങ്ങൾക്കൊരു അച്ചീവ് ചെയ്യാനുള്ളൊരു ഗോൾ ഉണ്ടാവും. ആ ഗോളിൽ നിങ്ങളെത്തിയില്ല എങ്കിലും നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട. ബിക്കോസ് ഗ്രേറ്റ് തിങ്സ് ടേക്ക് ടൈം. വലിയ കാര്യങ്ങൾക്ക് ടൈം എടുക്കും. ആ ഒരു ചിന്ത മാത്രം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായാൽ മതി. ആൻഡ് വർക്ക് ഹാർഡ് ഫോർ യുവർ എക്സാം. സോ ലെറ്റ്സ് ബിഗിൻ our question paper discussion. So we are going to discuss the question paper discussion which was held on 29th September 2019. Question number 101. So the question is, a student teacher give a critical attention to the teaching performance with the view to improve the future performance. He or she can be considered as. ഒരു കണ്ടീഷൻ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുകയാണ്. ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിച്ച് ടൈപ്പ് ഓഫ് ടീച്ചർ, അതാണ് നമ്മൾക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 4 ഓപ്ഷനിൽ ഓപ്ഷൻ എ പ്രൊഫഷണൽ ടീച്ചർ, ഓപ്ഷൻ ബി റിഫ്ലക്റ്റീവ് ടീച്ചർ, ഓപ്ഷൻ സി പ്രാക്ടിക്കൽ ടീച്ചർ ആൻഡ് ഓപ്ഷൻ ഡി മെറ്റാകോഗ്നേറ്റീവ് ടീച്ചർ. ഇങ്ങനെ 4 ടൈപ്സ് ഓഫ് ടീച്ചർ കാറ്റഗറി നമുക്ക് തന്നിട്ടുണ്ട്. ഒരു കേസും നമുക്ക് തന്നിട്ടുണ്ട്. യു ഷുഡ് ഫൈൻഡ് വിച്ച് ടീച്ചർ ഇസ് അപ്രോപ്രിയേറ്റ് ടു ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് റിഫ്ലക്റ്റീവ് ടീച്ചർ. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു തരാം. ബിഫോർ ദാറ്റ് ജസ്റ്റ് ലുക്ക് ഇൻ ടു യുവർ കീവേഡ്. ക്വസ്റ്റ്യൻ്റെ ടുവേർഡ്സ് ദ എൻഡായിട്ട് അവിടെ ഒരു പോയിൻ്റ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് വിത്ത് വ്യൂ ടു ഇംപ്രൂവ് ദ ഫ്യൂച്ചർ പെർഫോമൻസ്. അതായത് ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ പറയുന്നത് നമ്മൾ ആ ഒരു ഫ്യൂച്ചറിലേക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ ഒരു ടീച്ചറിനെ പറ്റിയിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. റൈറ്റ്. സോ നമ്മൾക്ക് ഈ പറഞ്ഞ ടീച്ചേഴ്സിൻ്റെ എല്ലാവരുടെയും ഇപ്പോൾ പറഞ്ഞ പ്രൊഫഷണൽ ടീച്ചർ, റിഫ്ലക്റ്റീവ് ടീച്ചർ, പ്രാക്ടിക്കൽ ടീച്ചർ, മെറ്റാകോഗ്നേറ്റീവ് ടീച്ചർ, ഈ 4 ടൈപ്സ് ഓഫ് ടീച്ചറിൻ്റെ മീനിങ് നമുക്കറിയാമെങ്കിൽ വി ക്യാൻ ഈസിലി ക്രാക്ക് ദിസ് question, right? First one, option A, that is professional teacher. Okay, a professional teacher, from the word itself it's clear that കുറച്ച് ആ ഒരു പെർട്ടിക്കുലർ ടീച്ചർ കുറച്ച് പ്രൊഫഷണലി ആയിരിക്കും. ഓക്കെ, കുറച്ച് പ്രൊഫഷണലിസം കൂടുതലുള്ള. ബീയിങ് എ പ്രൊഫഷണൽ ടീച്ചർ മീൻസ് ദാറ്റ് ബീയിങ് നോളജബിൾ ആൻഡ് enthusiastic about one's own material, creating a supportive and respectful classroom environment, building authentic relationship with and advocating for students, being organized and planning ahead, remaining open to new ideas and continuing to learn. So what is professional teacher? ഞാനിപ്പോൾ ജസ്റ്റ് പ്രൊഫഷണൽ ടീച്ചറിൻ്റെ ഒരു ഡെഫിനിഷനാണ് തന്നത്. ഇറ്റ് മീൻസ് ഒരു നല്ല നോളജബിളായിട്ട്, നല്ല എന്തൂസിയാസ്റ്റിക്കായി, അതായത് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ഏതൊരു സബ്ജക്റ്റ് ആയിക്കോട്ടെ ആ ഒരു സബ്ജക്റ്റിനെ പറ്റി നല്ല രീതിയിൽ തന്നെ അറിവും, അതുപോലെ തന്നെ നമ്മൾക്ക് ആ ഒരു കാര്യം കുട്ടികൾക്ക് പകർന്നു കൊടുക്കാനുള്ള ആ ഒരു സന്തോഷം, ആ ഒരു എനർജി, അതായത് ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് ആ കുട്ടികൾക്ക് എത്തിക്കാനുള്ള ആ ഒരു രീതി, അതെല്ലാം ഒരു പ്രൊഫഷണൽ ടീച്ചറിൻ്റെ കാറ്റഗറിയിൽ പെട്ടതാണ്. ഓക്കെ, പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, ദേ വിൽ ബി കീപ്പിംഗ് സപ്പോർട്ടീവ് ആൻഡ് റെസ്പെക്റ്റ്ഫുൾ ക്ലാസ് റൂം എൻവയൺമെൻറ്റ്. ഒരു ക്ലാസ് റൂം ആ ഒരു പെർട്ടിക്കുലർ ടീച്ചർ, ഇപ്പോൾ പ്രൊഫഷണൽ ടീച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഒരു സപ്പോർട്ടീവായിട്ട്, അതുപോലെ തന്നെ റെസ്പെക്റ്റ്ഫുള്ളായിട്ടുള്ള ഒരു ക്ലാസ് റൂം ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ബിൽഡിംഗ് ഒതൻറ്റിക് റിലേഷൻഷിപ്പ് വിത്ത് ആൻഡ് അഡ്വക്കേറ്റിംഗ് ഫോർ ദി സ്റ്റുഡൻസ്. കുട്ടികളായിട്ട് ഒരു ഒതൻറ്റിക് റിലേഷൻഷിപ്പ് എന്ന ടീച്ചറാണെന്നുള്ള ആ ഒരു രീതിയിലായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ ടീച്ചർ, ദാറ്റ് ഈസ് പ്രൊഫഷണൽ ടീച്ചറിൻ്റെ ഒരു അപ്രോച്ച്. ഓക്കെ, നമ്മളുടെ തന്നെ സ്കൂൾ ജീവിതത്തിൽ പല രീതിയിലുള്ള ടീച്ചേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. കുറേ പേര് ഫ്രണ്ട്ലി ആയിരിക്കും. പൊതുവേ മാത്സ് ടീച്ചേഴ്സ് മുഴുവൻ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും. അത് അവർക്ക് ഫ്രണ്ട്ലി ആവാൻ അറിയാത്തത് കൊണ്ട് അല്ല, ബിക്കോസ് മാത്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ കുറച്ച് സ്ട്രിക്ട്നെസ്സും സീരിയസ്നെസ്സൊക്കെ വേണം. അതുകൊണ്ടാണ് നമ്മളുടെ മാത്സ് ടീച്ചേഴ്സ് നമ്മളോട് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് സീരിയസ് ആയിട്ട് നിന്നത്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസിന് ഏറ്റവും പേടിയും അതോടൊപ്പം തന്നെ ഒട്ടും ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റ് ആയിരിക്കും മാത്സ്. ബട്ട് ഇതാണ് അവരുടെ സത്യാവസ്ഥ. നമ്മൾ ഇപ്പോൾ മൂവിങ് ടു അഹെഡ്
നമ്മളുടെ ടീച്ചർ എന്നുള്ളൊരു എയിമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് വി പീപ്പിൾ വിൽ ബി അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഇസ് ദെയർ മെൻറ്റാലിറ്റി, റൈറ്റ്? സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് പ്രൊഫഷണൽ ടീച്ചർ. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് വാട്ട് ഡു യു മീൻ ബൈ പ്രൊഫഷണൽ ടീച്ചർ. ഇതെല്ലാം കീവേഡ്സ് ആണ്. പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലോ അതർവൈസ് ഇംഗ്ലീഷ് കീവേഡ്സ് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്ത് എഴുതാൻ നോക്കുക. ലെക്ചർ നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് എ മസ്റ്റ്. അത് എൻ്റെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ഓർഡറായിട്ട് തന്നെ നിങ്ങൾ ഫോളോ ചെയ്തു. ബിക്കോസ് നിങ്ങൾ എല്ലാ ദിവസവും ഇരുന്ന് വീഡിയോസ് കാണണം എന്ന് ഞാൻ പറയില്ല. അതായത് നിങ്ങൾ കണ്ട വീഡിയോസ് റിപ്പീറ്റ് ചെയ്തിരുന്ന് കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾ വൺസ് എൻ്റെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഒരു ലെക്ചർ നോട്ട് പോലെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ, റൈറ്റ്? സോ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ 4 ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ 4 ഓപ്ഷൻസും നിങ്ങൾക്ക് 4 കീവേഡ്സ് ആണ്, അല്ലേ? ട്രൈ ടു note down all the points near your notes, okay? So moving to the next one, that is reflective teacher. ഒരു reflective teacher in the sense you people know that ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഒരു റിഫ്ലക്റ്റീവ് ടീച്ചർ റെഗുലർലി ഡെഡിക്കേറ്റ് ടൈം ടു ഇവാലുവേറ്റ് ദെയർ ടീച്ചിങ് പ്രാക്ടീസ്. ഞാനിന്ന് എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിച്ചത്? ഞാനിന്ന് ജെനുവിനായിട്ടാണോ? എൻ്റെ 100% ഞാൻ ഇട്ടോ? അല്ലെങ്കിൽ എനിക്ക് അവിടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് സൈഡ് എനിക്ക് തന്നെ തോന്നിയോ എന്ന് ഒരു ടീച്ചർ, അതായത് ഒരു റിഫ്ലക്റ്റീവ് ടീച്ചറാണെങ്കിൽ ഷീ വിൽ ബി ഡെഫിനറ്റ്ലി ചെക്കിങ് ഔട്ട്, റൈറ്റ്? ആൾ കുറച്ച് ഒരു ടൈം എടുത്ത് ഒന്ന് സ്പെൻഡ് ചെയ്ത് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കും. എൻ്റെ ടീച്ചിങ് പ്രാക്ടീസ് കറക്റ്റ് രീതിയിലാണോ? ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് 100% ഇടുന്നുണ്ടോ? അവരുടെ റിസൾട്ട് വെച്ച് ഞാനൊന്ന് കമ്പയർ ചെയ്യണം. എൻ്റെ ടീച്ചിങ് രീതിയിൽ ഞാൻ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ? ഇരുത്തി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ ടീച്ചറിനെയാണ് റിഫ്ലക്റ്റീവ് ടീച്ചർ എന്ന് കൺസിഡർ ചെയ്യുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ദാറ്റ്, ഓക്കെ? Moving to the next one is practical teacher. Practical teacher is who encourage self-learning. പ്രാക്ടിക്കലായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം, നമുക്ക് ഒരു ടൈം തന്ന് നമ്മളെ കൂടുതൽ എൻകറേജ് ചെയ്യുന്ന, നമ്മളുടെ സെൽഫ് ലേണിംഗ് കൂടുതൽ എൻകറേജ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ടീച്ചേഴ്സാണ് പ്രാക്ടിക്കൽ ടീച്ചേഴ്സ്, ഓക്കെ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ 8, 9, 10 ക്ലാസ് കാലഘട്ടങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ +1 ആൻഡ് +2 ഓൾസോ കേട്ടോ. സോ അവിടെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സയൻസിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് വന്നു. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിൽ നമ്മൾ സയൻസ് ലാബിൽ പോയിട്ടായിരിക്കും കൂടുതലും എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്, റൈറ്റ്? അപ്പം നമുക്കത് കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആവുകയാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ ആ പെർട്ടിക്കുലർ സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നത്. സോ യു പീപ്പിൾ വിൽ ബി എക്സ്പേർട്ട് ഇൻ ദാറ്റ്. സോ that type of teachers will be practical teacher, okay? So that's it. Moving to the last option, that is metacognitive teacher. Before moving to that particular option, let's check out what is the meaning of metacognition. നമുക്ക് ആദ്യം മെറ്റാകോഗ്നിഷൻ്റെ മീനിങ് നോക്കിയിട്ട് മെറ്റാകോഗ്നേറ്റീവ് ടീച്ചർ എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം, ഓക്കെ? സോ മെറ്റാകോഗ്നിഷൻ ഇസ് തിങ്കിങ് അബൌട്ട് വൺസ് തിങ്കിങ്. മറ്റൊരാളുടെ പോയിൻ്റ് ഓഫ് വ്യൂ, മറ്റൊരാൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് യൂസ്ഡ് ടു പ്ലാൻ, മോണിറ്റർ ആൻഡ് അസസ് വൺസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പെർഫോമൻസ്. മറ്റൊരാളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ആൾക്ക് എന്താണ് മനസ്സിലായിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആസ് എ ടീച്ചർ, ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്. ആസ് എ ടീച്ചർ നമ്മളുടെ സ്റ്റുഡൻസിന് അത് മനസ്സിലായോ, അല്ലെങ്കിൽ ആ കുട്ടികളുടെ പെർഫോമൻസ് വെച്ച്, അതായത് ആ കുട്ടികളുടെ റിസൾട്ട് വെച്ച്, ആ കുട്ടികൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന രീതി വെച്ച് നമ്മൾ ആ കുട്ടികളെ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത്. സോ മെറ്റാകോഗ്നിഷൻ ഇൻക്ലൂഡ്സ് എ ക്രിട്ടിക്കൽ അവയർനെസ് ഓഫ് വൺസ് തിങ്കിങ് ആൻഡ് ലേണിംഗ്. മറ്റൊരാളുടെ ചിന്തയും അതുപോലെ തന്നെ പഠിക്കുന്നതും, ഓക്കെ? വൺസ് ആസ് ഇഫ് എ തിങ്കർ ആൻഡ് ലേണർ. നേരത്തെ പറഞ്ഞത് തന്നെ, നമ്മളെങ്ങനെയാണോ തിങ്ക് ചെയ്യുന്നത്, നമ്മളെങ്ങനെയാണോ പഠിക്കുന്നത്, ആ 2 ഫാക്ടേഴ്സാണ് മെറ്റാകോഗ്നിഷനിലെ ഇമ്പോർട്ടൻസ്. ലെറ്റ് മീ ഗിവ് യു വൺ എക്സാമ്പിൾ. ഇറ്റ് ഇൻക്ലൂഡ്സ് പ്ലാനിങ് ഹൗ ടു അപ്രോച്ച് എ ലേണിംഗ് ടാസ്ക് യൂസിങ് ദ അപ്രോപ്രിയേറ്റ് സ്കിൽസ് ആൻഡ് സ്ട്രാറ്റജീസ് ടു സോൾവ് ദ പ്രോബ്ലം. അതായത് പ്ലാനിങ് ഹൗ ടു അപ്രോച്ച് എ ലേണിംഗ് ടാസ്ക്, ഒരു ലേണിംഗ് ടാസ്കിന് ഞാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ യൂസിങ് ദ അപ്രോപ്രിയേറ്റ് സ്കിൽസ് ആൻഡ് സ്ട്രാറ്റജീസ് ടു സോൾവ് എ പ്രോബ്ലം. നമ്മൾക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പല രീതികളുണ്ടാവും, റൈറ്റ്? അപ്പോൾ ആ പല രീതികളിൽ ഏതാണ് ഏറ്റവും കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഏതാണ് എന്ന് നമ്മളാണ് ചെക്ക് ചെയ്യേണ്ടത്, റൈറ്റ്? സോ ആ ഒരു പ്രോസസ്സിനെയാണ് മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത്.
അതുപോലെ തന്നെയാണ് മെറ്റാ കോഗ്നിറ്റീവ് ടീച്ചർ. ഞാനിപ്പോൾ സ്പെസിഫൈ ചെയ്ത പോലെ തന്നെ ഒരു കുട്ടിക്ക് അത് മനസ്സിലായോ, ആ കുട്ടിക്ക് അത് എത്രത്തോളം മനസ്സിലായി, അവന് എത്രത്തോളം അതിൽ മാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതിന് ചിന്തിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ടീച്ചർ ടൈപ്പിനെയാണ് മെറ്റാ കോഗ്നിറ്റീവ് ടീച്ചർ എന്ന് പറയുന്നത്. ഐ നോ ഐ ഹാവ് ടേക്കൺ സോ മച്ച് ടൈം ഫോർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, ബട്ട് ബിലീവ് മീ ഗൈസ്, ദീസ് 4 ടീച്ചർ ടൈപ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് മനസ്സിലാവണം എന്നൊരൊറ്റ ഉദ്ദേശം കൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ക്ലാസ് എടുത്തത്. സോ ദാറ്റ്സ് ഇറ്റ്. Okay.